മുത്തായ മഹാരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, ഹൈദർ അലി ശിഹാബ് തങ്ങള്, ഉമർ അലി ശിഹാബ് തങ്ങള് എന്ത് പ്രശ്നം വന്നാൽ അവസാനം പറയുന്ന വാക്കെന്തെന്നറിയുമോ? സമസ്ത എന്ത് പറഞ്ഞു അതിനപ്പുറം ഞങ്ങളില്ല. മഹാരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് സമസ്തക്കപ്പുറം ഒരു കാല് വെച്ചിട്ടില്ല. കാരണം സമസ്ത അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പാർട്ടിയാണ്. ആ സമസ്ത മുശാവറയിലാണ് മഹാരായ വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ടായത്, പാങ്ങിൽ ഉസ്താദ് ഉണ്ടായത്, കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായത്, കോയക്കുട്ടി ഉസ്താദ് ഉണ്ടായത്, മഹാരായ കാളമ്പോടി ഉസ്താദ് ഉണ്ടായത്, കുഞ്ഞാണി മുസ്ലിയാരുണ്ടായത്, കുമരംപുത്തൂർ ഉസ്താദ് ഉണ്ടായത്, ചെറുശ്ശേരി ഉസ്താദ് ഉണ്ടായത്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവര് എത്രയോ സൂഫിയാക്കളായ ഉസ്താദുമാരാണ്, ഔലിയാക്കളുടെ സഭയായിരുന്നു സമസ്തയെങ്കിൽ. ഇന്നും ഞാൻ നിങ്ങളോട് പറയട്ടെ, സമസ്ത എന്ത് തീരുമാനം പറഞ്ഞാലും നമ്മൾ ആരെങ്കിലും സമസ്തയെ ചോദ്യം ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ഈ കൊടി പിടിച്ചിട്ട് കാര്യമില്ല, പിന്നെ ഞാൻ സമസ്തക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മുജാഹിദിനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവര് പറയും ഞങ്ങൾ സുന്നിയ. തബ്ലീഗിനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവര് പറയും ഞങ്ങൾ സുന്നിയ. ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവര് പറയും ഞങ്ങൾ സുന്നിയ. പക്ഷേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ സുന്നിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമസ്തയുടെ കൂടെയാകുമ്പോ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കൂടെയാകുമ്പോ, അതുകൊണ്ടാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം നമ്മുടെ ഹൃദയത്തെ ഇഷ്കിന്റെ ആത്മീയതയുടെ വെള്ളി വെളിച്ചം കിട്ടിയ ഹൃദയമാക്കി മാറ്റുകയും ചെയ്തപ്പോ റബീഉൽ അവ്വലിലൂടെ നമ്മുടെ ഹൃദയത്തെ ആശിഖീങ്ങളുടെ ഹൃദയമാക്കി, നന്മയുടെ ഹൃദയമാക്കി മാറ്റി റബീഉൽ അവ്വൽ നമ്മളിൽ നിന്ന് കടഞ്ഞു പോയി. വസന്തോത്സവത്തിന്റെ പ്രഥമമാണല്ലോ റബീഉൽ അവ്വലെങ്കിൽ, വസന്തോത്സവത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാം വസന്തോത്സവമാണ് റബീഉൽ ആഖിറെങ്കിൽ, ആ റബീഉൽ ആഖിറിലൂടെ നമ്മുടെ നാവുകൾ ശബ്ദിക്കുന്നത് മഹാരഥന്മാരുടെ പേരുകൾ പറയാനാണ്. മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസിനെ വർണ്ണിക്കുന്ന റബീഉൽ ആഖിർ മഹാനായ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസവും ഇടിനാഥവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി തന്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ പോലും അങ്ങ് കേരളത്തിൽ നിന്ന് കർണാടകയുടെ മണ്ണിലേക്ക് പ്രയാസങ്ങൾ അനുഭവിച്ചു വന്ന് ഇതിയുടെ വിത്തുകൾ പാകി പ്രശ്നങ്ങളും കലുഷിതമായ ചുറ്റുപാടുകൾ ഉണ്ടാക്കുമ്പോൾ തന്റെ അനാരോഗ്യം പോലും കണക്കിലെടുക്കാതെ കർണാടകയുടെ മണ്ണിൽ വന്ന് ഇതാണ് ഇർച്ചുവായ വഴി, ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, ഇതാണ് സമസ്ത എന്ന് പറയാൻ വേണ്ടി കർണാടകയുടെ മുക്കുമൂലകളിൽ പ്രഭാഷണം നടത്തിയ മഹാനായ വലിയുല്ലാഹി ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് മഹാനവർകളെ പ്രകീർത്തനം നടത്തുന്ന ധന്യമായ റബീഉൽ ആഖിർ മഹാനായ തന്റെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും കടന്നു വരുന്നത് ഭയപ്പെട്ടിരുന്ന, സമസ്തയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, ആ കണ്ണിയത്ത് ഉസ്താദിനെ പ്രകീർത്തനം നടത്തുന്ന ധന്യമായ മാസമാണ് റബീഉൽ ആഖിർ. നമുക്കറിയാം, നിഷ്കളങ്കതയുടെ ഉടമയായി സൂഫിസത്തിന്റെ അഗ്രേസ്യ കന്യരായ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, ആ അത്തിപ്പറ്റ ഉസ്താദിനെ പ്രകീർത്തിക്കുന്ന മാസമാണ് റബീഉൽ ആഖിർ.
നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുപ്രഭാത പത്രത്തിന് വേണ്ടി ഓടി നടന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രസ്താവനകൾ അത് വേണ്ടതുപോലെ മറ്റൊരു പത്രം കൊടുക്കാതെ പ്രയാസപ്പെടുത്തിയപ്പോൾ സമസ്തയുടെ മക്കൾക്ക് പ്രത്യേകമായിട്ട് പത്രം വേണം, അതിനു വേണ്ടി പ്രവർത്തിച്ച് നിമിഷ മാസങ്ങളും വർഷങ്ങളെ കൊണ്ട് കേരളത്തിലെ നമ്പർ 1 പത്രമായി സുപ്രഭാതം മാറിയിട്ടുണ്ടെങ്കിൽ ആ സുപ്രഭാതത്തിന് വേണ്ടി ആഹോരാത്രം കഷ്ടപ്പെട്ട മഹാനായ ബാപ്പു ഉസ്താദിനെ പ്രകീർത്തിക്കുന്ന മാസമാണ് റബീഉൽ ആഖിർ മാസം. അങ്ങനെ നിരവധി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്തയുടെ പണ്ഡിതന്മാർ വഫാത്തായ മാസമാണ് റബീഉൽ ആഖിർ മാസം. അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഔലിയാക്കളെ ഇഷ്ടപ്പെട്ട ആളുകൾ അവർ മരണപ്പെട്ട മാസത്തെയും ആ മാസത്തിൽ വഫാത്താകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. നമുക്കറിയാം, മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്, അല്ലാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് തരട്ടെ. ഉറക്കെ ആമീൻ പറയൂ. അല്ലാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് തരട്ടെ. മഹാനായ ശംസുൽ ഉലമയാണ് അജ്മീർ മൗലീദ് ഉണ്ടാക്കിയത്. ആ അജ്മീർ മൗലീദ് ഉണ്ടാക്കിയ ഇന്ത്യയുടെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രത്യേകമായി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ രാജ്യത്തേക്ക് വന്ന മഹാനായ ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മൗലീദ് ഉണ്ടാക്കിയ മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖാജ തങ്ങൾ വഫാത്തായത് തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച വഫാത്തായ ഖാജ തങ്ങൾ, ആ തങ്ങൾ വഫാത്തായ അതേ ദിവസം തന്നെ എനിക്കും വഫാത്താകണമെന്നാഗ്രഹിച്ച മഹാനായ സ്നേഹത്തിന്റെ ഉടമയായ, ഒരുപാട് പ്രായം തന്നിലേക്ക് കടന്നു വന്ന് തന്റെ ശരീരം പോലും വളഞ്ഞപ്പോൾ ഈമാനിന് വളവ് വരാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്ക് വേണ്ടി ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് ഖാജാ തങ്ങളുടെ മൗലീദ് ഉണ്ടാക്കിയപ്പോൾ ഖാജ തങ്ങൾ തിങ്കളാഴ്ചയാ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയതെങ്കിൽ അതേ തിങ്കളാഴ്ച തന്നെ എനിക്കും വരിക്കണമെന്ന് ആഗ്രഹിച്ച മഹാനായ ശംസുൽ ഉലമ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിങ്കളാഴ്ചയാണല്ല അള്ളാന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ തിങ്കളാഴ്ചയാണ് ആകാശം പൊട്ടിക്കരഞ്ഞത്. ആ തിങ്കളാഴ്ചയാണ് പർവ്വതങ്ങൾ പൊട്ടിക്കരഞ്ഞത്. ആ തിങ്കളാഴ്ചയാണ് സഹാബാക്കളുടെ കണ്ണുകൾ നിറഞ്ഞത്. ആ തിങ്കളാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകം സൃഷ്ടിക്കാൻ ഹേതുവായ നമ്മുടെ കരളിന്റെ കഷണമായ ഹൃദയത്തിന്റെ തുടിപ്പായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് വിട പറഞ്ഞതെങ്കിൽ ആ ദിവസമാണ് നമ്മുടെ മഹാനായ ശംസുൽ ഉലമ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായത് തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ അതേ തിങ്കളാഴ്ച റബീഉൽ ആഖിർ മാസത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശംസുൽ ഉലമ വിട പറയുന്നതെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ആ മഹാനായ ശംസുൽ ഉലമ തിങ്കളാഴ്ചയാ ലോകത്തിൽ നിന്ന് വിട പറയുന്നതെങ്കിൽ അതൊരു സുബഹിയുടെ സമയമാണ്. ഫാത്തിമ ഹോസ്പിറ്റലിന്റെ ചുമരുകളെ സാക്ഷി നിർത്തിയിട്ട് പരിപൂർണമായി വുളൂ ചെയ്തുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം പോലും പരിപൂർണമായി സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത് ജീവിതത്തിൽ ഒരിക്കലും ഒരു വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് നഷ്ടപ്പെടുത്താത്ത, അതിന്റെ സ്വലാത്ത് നഷ്ടപ്പെടുത്താത്ത
കിട്ടാത്ത മഹാനായ ശംസുൽ ഉലമാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബീഉൽ ആഖിറിലാണ് നമ്മോട് വിട പറഞ്ഞു പോയതെങ്കിൽ, അതൊരു തിങ്കളാഴ്ചയാണെങ്കിൽ ലോകത്തുള്ള മസ്ജിദുകളിൽ നിന്ന് ബാങ്കുലി മുഴങ്ങുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സുബഹിന്റെ ബാങ്കുലി മുഴങ്ങുമ്പോ ആ ബാങ്കുലിക്ക് ജവാബ് പറഞ്ഞത് വുളൂഓടുകൂടെയാ. ആ ബാങ്കുലിക്ക് ജവാബ് പറഞ്ഞത് ഖിബലയുടെ നേരെ കിടന്നിട്ടാണ്. എന്നിട്ടോ യാതൊരു തളർച്ചയുമില്ലാതെ, യാതൊരു പകർച്ചയുമില്ലാതെ, യാതൊരു ഭയവുമില്ലാതെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന പരിശുദ്ധമായ ബാങ്കിന്റെ മധുര മനോഹരമായ ശബ്ദം ആകാശത്തിന്റെ അനന്തവിഹായസിലൂടെ പറന്നുയരുമ്പോൾ, മുഖരിതമാകുമ്പോ, വളരെ വ്യക്തമായി, വളരെ ശക്തമായി കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒരൊറ്റ ഹർഫ് പോലും തെറ്റാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വിട പറഞ്ഞ മഹാനായ ശംസുൽ ഉലമയെ ഓർക്കാനാ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതെങ്കിൽ, ബിദ്അത്തിന്റെ ആശയക്കാരാ, മഹാനായ ശംസുൽ ഉലമ പഠിപ്പിച്ച പാതയെ കുറിച്ച് കൊണ്ട് സദേ സംശയിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, താൻ ജീവിച്ച വഴി സത്യമാണ്, താൻ വളർത്തിയ സംസ്ഥ സത്യമാണ്, താൻ പിടിച്ച പതാക സത്യമാണ്, താൻ പറഞ്ഞത് സത്യമാണ്, താൻ അനുഭവിച്ചത് സത്യമാണെന്ന് മഹാനായ ശംസുൽ ഉലമ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു തന്നത്. അതിന്റെ യഥാർത്ഥമായ തെളിവാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ പച്ചയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വിട പറഞ്ഞതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവര്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? ഒരു മനുഷ്യന്റെ നിസ്കാരം സ്വീകരിക്കുന്നത്, ഒരു മനുഷ്യന്റെ നോമ്പ് സ്വീകരിക്കുന്നത്, അവന്റെ സകാത്ത് സ്വീകരിക്കുന്നത്, അവന്റെ നിസ്കാരം സ്വീകരിക്കുന്നത്, അവന്റെ മറ്റ് പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നത്, ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ ഈമാനോടുകൂടെ വിട പറയുമ്പോഴാ. അതുകൊണ്ട് കർണാടകയിലെ സമസ്തയുടെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ സമസ്തയുടെ കൊടി നമ്മൾ പിടിച്ചാൽ, SKSSFന്റെ കൊടി നമ്മൾ പിടിച്ചാൽ, സമസ്തയുടെ ഏത് പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഓടി നടന്നാലും നമുക്കൊന്ന് ആശ്വസിക്കാൻ കഴിയും. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് സത്യത്തിന് വേണ്ടിയാണെങ്കിൽ, സത്യത്തിന്റെ വാക്ക് പറഞ്ഞിട്ടാണ് വിട പറഞ്ഞതെങ്കിൽ, ആ ശംസുൽ ഉലമന്റെ ഒരു അന്യായാകാ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനപ്പുറം എന്ത് ഭാഗ്യമാ നമുക്ക് വേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. നമുക്ക് അമല് കുറവായിരിക്കാം, ഇൽമു കുറവായിരിക്കാം, പക്ഷെ നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടുകൂടെയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നില്ലേ, എന്നിട്ട് പ്രവാചകരോട് ചോദിച്ചതെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ തഖൂലു ഫീ റജുലിൻ, ഒരു പുരുഷനെ കുറിച്ച്, ഒരാളെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ അഭിപ്രായം എന്താണ് നബിയേ? അഹബ്ബ ഖൗമൻ വലം യൽഹഖ് ബിഹിം, അയാൾ ഒരു സമൂഹത്തെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവരിലേക്ക് എത്താൻ കഴിയുന്നില്ല. നമ്മൾ സമസ്തയെ സ്നേഹിക്കുന്നവരാ, സമസ്തയുടെ ഉലമാക്കളെ നമ്മൾ സ്നേഹിക്കുന്നവരാ, സമസ്ത എന്ന പ്രസ്ഥാനത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ നമുക്ക് ആ സമസ്തയിലെ ഉലമാക്കളുടെ 4 അയലത്ത് പോലും എത്താൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നത്, ഒരു ടീം, ഒരു വിഭാഗത്തെ ഒരാൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവരിലേക്ക് ചേരാൻ കഴിയുന്നില്ല. അവര് നിസ്കരിക്കുന്നത് പോലെയാകുന്നില്ല, അവര് നോമ്പ് നോക്കുന്നത് പോലെയാകുന്നില്ല, അവർ ചെയ്യുന്ന ദിക്റുകളെ പോലെയാകുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? അൽ മർഉ മഅ മൻ അഹബ്ബ, ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ ആരെയാ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണ്, യാതൊരു സംശയമില്ല.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്വാലിഹീങ്ങളുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എന്തിനാണ് ഈ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? എന്തിനാണ് സമസ്തയ്ക്ക് വേണ്ടി ഉറക്കൊഴിയുന്നത്? എന്തിനാണ് സമസ്തയ്ക്ക് വേണ്ടി സിംഹഗർജനം നടത്തി സത്യത്തിന്റെ കൂടെ നിൽക്കുന്നത്? നമ്മൾ ആലോചിക്കണം. സ്വാലിഹീങ്ങളുമായി ചേർന്ന കൂലി നമുക്ക് കിട്ടും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വെള്ള കടലാസ് നമ്മൾ എടുത്താൽ ആ കടലാസ് ചിലപ്പോൾ ചുരുട്ടിയിട്ട് വലിച്ചെറിയും. കാരണം അതൊരു കടലാസല്ലേ. എങ്കിൽ ആ കടലാസിന്റെ അകത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയത് കണ്ടാൽ ആരെങ്കിലും ചുരുട്ടി വലിച്ചെറിയുമോ? അറിയോ? ഇല്ല. എന്താ? ആ കടലാസിന് പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഖുർആനിന്റെ നാമം അതിലുണ്ട്, ആയത്തതിലുണ്ട്. അതുകൊണ്ട് ആ കടലാസിന് പ്രത്യേകത വന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ വചനം ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കറിയില്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്ഹാബുൽ കഹ്ഫിനെ നിങ്ങൾക്കറിയുമല്ലോ, ഗുഹാനിവാസികളെ കുറിച്ച് നിങ്ങൾക്കറിയുമല്ലോ. നമ്മൾ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോ വകൽബുഹും ബാസിത്തുൻ ദിറാഅലൈഹി ബിൽ വസീദ്, ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല കൽബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കൽബ് എന്ന് പറഞ്ഞ? നായക്കാണല്ലോ കൽബ് എന്ന് പറയാ. അത് എവിടെയുണ്ട്? സൂറത്തുൽ കഹ്ഫിൽ. സൂറത്തുൽ കഹ്ഫിൽ നായെ കുറിച്ചിട്ട് അല്ലാഹു തആല പറയുകയാണ്. എന്തിനായി നായെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞത്? 7ഓളം വരുന്ന സൂറത്തിൽ അസ്ഹാബുൽ കഹ്ഫികൾ യുവാക്കളായിരുന്നു, ഔലിയാക്കളായിരുന്നു. ഒരു കാലഘട്ടത്തിൽ സത്യത്തിന് വേണ്ടി വീണമരിക്കാൻ തയ്യാറായവരായിരുന്നു, അസത്യങ്ങളെ വലിച്ചെറിഞ്ഞവരായിരുന്നു, ദീനിന് വേണ്ടി വിരിമാറ് കാട്ടിക്കൊടുത്തവരായിരുന്നു, ആരുടെ മുമ്പിൽ സത്യം തുറന്നു പറയാൻ വേണ്ടി ആർജവം കാട്ടിയവരായിരുന്നു. യുവാക്കളാ. ആ യുവാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗുഹാനിവാസികളെ കുറിച്ചാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നത്. കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണല്ലോ. ആ അസ്ഹാബുൽ കഹ്ഫ് ആ ഗുഹന്റെ അകത്ത് കിടക്കുമ്പോൾ അവർക്ക് അവരുടെ പിറകെ പോയ ഒരു നായയുണ്ട്. ആ നായെ കുറിച്ചാണ് അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞതെങ്കിൽ ആ നായയുടെ പേരാണ് ഖിത്മീർ എന്നാണ് നായയുടെ പേരെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് സ്വർഗത്തിൽ കിടക്കുന്ന ഒരു നായയുണ്ടെങ്കിൽ നമ്മൾ മുഗല്ലദായ നജസ് എന്ന് പറയുന്ന നായ, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകൽ നിർബന്ധമായ നായ, അതിലൊരു പ്രാവശ്യം മണ്ണിട്ട് കഴുകൽ നിർബന്ധമായ നായ. അങ്ങനെയുള്ളൊരു നായ സ്വർഗത്തിലെത്താനുള്ള കാരണം എന്തെന്നറിയോ? അള്ളാന്റെ ഔലിയാക്കൾക്ക് കാവൽ കിടന്നതാ. അള്ളാന്റെ ഔലിയാക്കളുടെ ഗുഹയുടെ പുറത്ത് കിടന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ നായ സ്വർഗത്തിലെ നായായിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഗണ്ഡഭാഗിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടെ ഇരുന്നു കൊണ്ട് സമസ്തയുടെ പ്രഭാഷണം കേൾക്കുന്ന ഉപ്പമാര്, മറയുടെ അപ്പുറത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാര്, നിങ്ങളുടെ കൽബിന്റെ അകത്തുള്ളത് സമസ്തയാണെങ്കിൽ, ആ സമസ്തയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, നമ്മളൊക്കെ സമസ്തയുടെ കാവൽക്കാരാണ്. സമസ്തയ്ക്ക് വേണ്ടിയിട്ടാണോ നീ SKSSFിന്റെ കൊടി പിടിച്ചത്? സമസ്തയ്ക്ക് വേണ്ടിയിട്ടാണോ നീ SYSന്റെ മെമ്പറായത്? സമസ്തയ്ക്ക് വേണ്ടിയിട്ടാണോ നീ സമസ്തയുടെ ഉലമാക്കളെ സ്നേഹിച്ചതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ അള്ളാന്റെ അടുക്കലെത്തുമ്പോ അമല് കുറവായിരിക്കാ, നിസ്കാരം കുറവായിരിക്കാ, നോമ്പ് കുറവായിരിക്കാ, പക്ഷേ നമുക്കൊന്ന് പറയാൻ കഴിയും, സ്വാലിഹീങ്ങളുടെ കൂടെ നമ്മൾ ചേർന്ന് നിന്നിട്ടുണ്ട്. സ്വാലിഹീങ്ങളുടെ കൂടെ ചേർന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതെന്താ? വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങൾ ചെലവഴിച്ചോ.
കാരണം എപ്പോഴാ മരണം എത്തുന്നതെന്നറിയില്ല, എവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല, എങ്ങനെയാ മരിക്കുന്നതെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വഅള് പറയുമ്പോ മരിച്ചേക്കാ, വാഹനത്തിൽ വെച്ച് മരിച്ചേക്കാ, ഭാര്യയുടെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ മരിച്ചേക്കാ, സമ്മേളനത്തിന് പോകുമ്പോൾ മരിച്ചേക്കാ, ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചേക്കാ. എപ്പോഴാ മരണമെന്ന് നമുക്കൊരാൾക്കും അറിയില്ല. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ കോട്ടുകളും എല്ലാം നമ്മൾ വലിച്ചെറിയുകയാണ്, സ്വർണങ്ങളെല്ലാം ഊരിവെക്കുകയാ, വാച്ച് ഊരിവെക്കുകയാ, മൊബൈലെല്ലാം എടുത്തു മാറ്റുകയാണ്. എന്നിട്ട് 3 വെള്ള കഫം കുടയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാട്ടിലാരുടെ മണ്ണിൽ കൊണ്ടുപോയിട്ട് നമ്മ കടത്തുന്നൊരു രംഗം വരുമല്ലോ. അങ്ങനെ മരണം വരുന്നതിന് മുമ്പ് അല്ല പറയാണ്, അല്ല നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ടുണ്ടോ? ആ സമ്പത്ത് മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചോ? എന്നിട്ട് അല്ല പറയാണ്, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹു പണം കൊടുത്തിട്ട് കൊടുക്കാത്തവരുണ്ടല്ലോ, അള്ളാന്റെ ദീനിനെ മൈൻഡ് ചെയ്യാത്തവരുണ്ടല്ലോ, നിസ്കാരങ്ങളും നോമ്പുകളുമായി ജീവിതത്തെ മെച്ചപ്പെടുത്താതെ മരിക്കാൻ കിടക്കുന്നവരുണ്ടല്ലോ, അവർ ഭയാനകമായ നരകത്തിന്റെ കത്തിക്കാണുന്ന ഭീകരമായ അന്തരീക്ഷം കണ്ടിട്ട് പൊട്ടിക്കരയുന്ന ഒരു സന്ദർഭം വരും. എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികള്, ആ സമയത്ത് എന്താ പറയുന്നതെന്നറിയുമോ? ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹ്, എന്റെ റൂഹ് പിടിക്കല്ല റബ്ബേ, എന്നെ മരിപ്പിക്കല്ല അല്ലാഹ്. അസ്രായീൽ അലൈഹിസ്സലാമിനെ ഒന്ന് മടക്കി അയക്കുമോ അല്ലാഹ്? ഞാൻ സമസ്തയുടെ പതാക പിടിക്കാം റബ്ബേ, ഞാൻ ശംസുൽ ഉലമയുടെ ആളാകാം റബ്ബേ, ഞാൻ സമസ്തയുടെ നേതാക്കന്മാരുടെ കൂടെയാകാം റബ്ബേ എന്ന് പൊട്ടിക്കരയുന്നൊരു സമയമുണ്ടാകും. എന്തുകൊണ്ടെന്നറിയുമോ? മരണത്തിന്റെ വെപ്രാളത്തിൽ കിടക്കുന്നവൻ പറയുന്നത് എന്തെന്നറിയുമോ? 2 കാര്യമാണ് പറയുന്നത്. എന്താണ്? ഞാൻ നിസ്കരിക്കാമെന്നല്ല, ഞാൻ നോമ്പ് നോക്കാമെന്നല്ല, ഞാൻ ഹജ്ജിന് പോകാമെന്നല്ല, ഞാൻ ഉംറ ചെയ്യാമെന്നല്ല. പിന്നെ പറയുന്നത് എന്തെന്നറിയുമോ? ഒന്നാമതായി പറയുന്നത് അല്ലാഹുവേ, നീ എനിക്കൊരുപാട് സമ്പത്ത് തന്നിട്ടുണ്ടല്ലോ അല്ലാ, ആ സമ്പത്ത് ചോദിച്ചപ്പോൾ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അരപ്പട്ടിണിയും മുഴപ്പട്ടിണിയുമായി എൻ്റെ അടുക്കലേക്ക് പല ആളും വന്നപ്പോൾ ഞാൻ ശീതീകരിച്ച റൂമിൽ ഇരുന്നുകൊണ്ട് ഞാൻ അവരെ ആട്ടി ഓടിച്ച സമയമുണ്ട് അല്ലാ. വിവാഹപ്രായം കഴിഞ്ഞിട്ട് 24ഉം 25ഉം വയസ്സായി ഭർത്താവിന്റെ ചാരിത്രം പകരാൻ കഴിയാതെ ശ്വാസം മുട്ടി നിൽക്കുന്ന പാവപ്പെട്ട പെണ്ണിനൊരു മംഗല്യമാല ചേർത്താൻ ഒരു 100 രൂപ തരുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞ് മടക്കേച്ചു അല്ലാ. അതുപോലെ സമസ്തയുടെ പ്രവർത്തനങ്ങള് എന്താണ്? സമസ്തയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വാലിഹീങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സ. ഒരു 10 രൂപ ചോദിച്ചപ്പോൾ എനിക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അല്ലാ എന്ന് പറഞ്ഞാൽ സദഖ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ സദഖ ചെയ്തു കൊള്ളാം അല്ലാ. രണ്ടാമത് പറയുന്നത് എന്തെന്നറിയുമോ? വാകും മിനസ് സാലിഹീൻ, ഞാൻ സാലിഹീങ്ങളുടെ കൂടെ ചേർന്ന് കൊള്ളാം അല്ലാ. ആരാണ് സാലിഹീങ്ങൾ എന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവര്, സമസ്തയുടെ പണ്ഡിതന്മാർ തന്നെയാണ് സാലിഹീങ്ങള്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഏത് സമസ്തയുടെ പണ്ഡിതന്മാരുടെ വഫാത്ത് നിങ്ങൾ എടുത്തു നോക്കിയാൽ, മഹാനായ ശംസുൽ ഉലമന്റെ വഫാത്ത് നിങ്ങൾ എടുത്തു നോക്കിയാൽ, കണ്ണയത്ത് ഉസ്താദിന്റെ വഫാത്ത് നിങ്ങൾ എടുത്തു നോക്കിയാൽ, മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ വഫാത്ത് നിങ്ങൾ എടുത്തു നോക്കിയാൽ, അത്തിപ്പറ്റ ഉസ്താദിന്റെ വഫാത്ത് നിങ്ങൾ എടുത്തു നോക്കിയാൽ, എന്റെ പ്രിയപ്പെട്ടവര്, കർണാടകയിൽ പരിശുദ്ധമായ സമസ്തയ്ക്ക് വേണ്ടി ശബ്ദിച്ച മഹാനായ കാസിം ഉസ്താദിന്റെ വഫാത്ത് നിങ്ങൾ എടുത്തു
നോക്കിയാൽ എപ്പോഴാ കാസിം ഉസ്താദ് വിട പറഞ്ഞത്? പരിശുദ്ധമായ അറഫാ ദിവസമല്ലേ? ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ അറഫാ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ സമയത്തല്ലേ മഹാനായ കാസിം ഉസ്താദ് നോമ്പ് നോറ്റ നിലയിലല്ലേ? പുണ്യമായ അറഫാ ദിവസമല്ലേ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്? അങ്ങനെ സമസ്തയുടെ ഏതേത് പണ്ഡിതന്മാരെ എടുത്തു നോക്കിയാൽ അവിടൊക്കെ മരണങ്ങള് ഹൈറായ മരണമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നമുക്ക് നാളെ മരിക്കാൻ കിടന്നപ്പോ പറയേണ്ടി വരില്ല, അല്ലാഹുവേ ഞാൻ സാലിഹീങ്ങളുടെ കൂടെ ചേരാം അല്ലാഹുവേ, ഞാൻ സാലിഹീങ്ങളുടെ കൂടെയാകാം അല്ലാഹുവേ എന്ന് നമുക്ക് പറയേണ്ടി വരില്ല. ഈ കർണാടകയിലെ സമസ്തയുടെ മക്കൾക്ക് പറയേണ്ടി വരില്ല, ഇവിടത്തെ ചെറുപ്പക്കാർക്ക് പറയേണ്ടി വരില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സമസ്തയുടെ ഓരോ ആലിമിന്റെ മരണം എടുത്തു നോക്കിയാൽ അതൊക്കെ നമുക്ക് പകർത്താൻ കഴിയുന്ന മരണമാണ്. അവർ സഞ്ചരിച്ച പാത സത്യമാണ്, അവർ കൊടിച്ച പതാക സത്യമാണ്, അവരുടെ ആശയം സത്യമാണ്, അവരുടെ സംസ്കാരം സത്യമാണ്, അവരുടെ ആദർശം സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമസ്ത ഒരു ഗ്രൂപ്പല്ല മക്കളെ, അത് പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ രൂപമാണ്. സമസ്തയുടെ പ്രസാപകൻ പ്രവാചക പരമ്പരയിലെ തിളക്കമാർന്ന കണ്ണി മഹാനായ വരക്കൽ അലവി സയ്യിദ് മുല്ലക്കോയ തങ്ങളാണ്. മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാന സംരംഭങ്ങൾക്ക് കൂട്ടായ്മ വേണമെന്ന് പലരും ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളെ സമീപിക്കുന്നു. ഒരു ആലോചനകൾക്ക് ശേഷം മാത്രം സമ്മതിക്കുകയും സ്ഥാപിതമാക്കിയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആരാണെന്നറിയുമോ? ആർത്തിരമ്പി വരുന്ന കടലിന്റെ തിരൽമാലകൾക്ക് മുമ്പിൽ തന്റെ ചൂണ്ടവിരൽ അമർത്തിക്കൊണ്ട് തിരമാലയോട് നിൽക്കണേ എന്ന് പറഞ്ഞ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ തിരൽമാലയെ തന്റെ ചൂണ്ടവിരൽ കൊണ്ട് നിർത്തിയ മഹാനാണ് വരക്കൽ മുല്ലക്കോയ തങ്ങള്. അല്ലാഹുവേ, അവരോടൊപ്പം നീ ഞങ്ങളെ സ്വർഗത്തിലാക്കണേ അല്ലാ. ആ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്കളാ നമ്മള്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല, മക്കളുണ്ടായിട്ടില്ല. എങ്കിൽ ഇന്ന് 10,000 വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സമസ്തയുടെ മക്കളോട് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്കളെ ആലോചിച്ചു നോക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മകനെ അല്ലാഹു തആല കൊടുത്തിട്ടില്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന മക്കളെയാ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് അല്ലാഹു സമർപ്പിച്ചതെങ്കിൽ നമ്മളെപ്പോലെ ഭാഗ്യമുള്ളവരാരാ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ പ്രവർത്തന പദം ഇപ്പോൾ 100ാം വർഷത്തോടടുത്ത് നിൽക്കുന്നു. സമസ്തയുടെ 100ാം വാർഷികം കടന്നു വരികയാണ്. ആ വാർഷികത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ മഹത്തായ പ്രസ്ഥാനവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ വിജയം. നിങ്ങൾക്കറിയുമോ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയൂ, നബി മുഹമ്മദ് മുസ്തഫ, വിശ്വസ്നേഹത്തിന്റെ പ്രവാഹൻ നബി മുഹമ്മദ് മുസ്തഫ, മാനുഷികത്തിന്റെ മഹാചാര്യർ നബി മുഹമ്മദ് മുസ്തഫ, സകലമാന വർഗീയതയുടെ മതിൽ കെട്ടുകൾ തച്ചുടച്ച നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കേദാരമായ നബി മുഹമ്മദ് മുസ്തഫ, ആ ഹബീബായ റസൂലുള്ളാഹിനെ ഏറെ സ്നേഹിച്ച സഹാബിയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു. ലോകത്തിലെ ഏറ്റവും വലിയ വലിയാരാണെന്ന് ചോദിച്ചാൽ സയ്യിദുൽ ഔലിയാ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു. ആ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെയാ കിടക്കുന്നതെന്നറിയുമോ? പരിശുദ്ധമായ മദീനയിലെ പുണ്യഭൂമിയിലെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലാ. ഇതിനർത്ഥം എന്താ? റസൂലുള്ളാഹി തങ്ങൾ അത്രമാത്രം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ റൗളന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാൻ കൽപ്പിക്കുകയും റസൂലുള്ളാഹി തങ്ങളുടെ സമ്മതമുണ്ടെങ്കിൽ എന്നെ അതിന്റെ ചാരത്ത് മറവ് ചെയ്യണമെന്ന് പറഞ്ഞ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയി. നിങ്ങൾക്കറിയുമോ, പനി പിടിച്ചുകൊണ്ട് സുബഹി നിസ്കാരത്തിന് വരാൻ കഴിയാതെ പ്രയാസപ്പെട്ട ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ കഴിയാതെ പ്രയാസപ്പെട്ടപ്പോഴാണ് മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന്റെ സമയമായിട്ട് പ്രവാചകരെ കാണാതിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുറ്റത്ത് പോയി നിന്നപ്പോഴാ മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്റെ ബാപ്പാക്ക് പനിയാ, പള്ളിയിലേക്ക് വരാൻ കഴിയില്ല എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മുർ അബൂബക്കർ അൻ യുസല്ലിയ ബിന്നാസ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇന്നത്തെ സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ ഇമാമത്തിന്റെ നേതൃത്വം നൽകാൻ പറയണമെന്ന് പറഞ്ഞ് മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അവരുടെ ഈമാൻ നമ്മൾ ആലോചിച്ചു നോക്കണം. ആ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന മണൽത്തരിയിൽ മലർത്തിക്കിടത്തി ഫുട്ബോൾ ഉരുട്ടം പോലെ ശരീരത്തിലൂടെ വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്ന് ഉരുട്ടുകയും ചാട്ടവാറ് കൊണ്ടടിക്കുകയും ചെയ്തപ്പോ ദിവസങ്ങളോളം പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് അഗ്നി പരീക്ഷണത്തിന്റെ തീ ചൂളയിൽ വെന്ത് നീറിയപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ അധരങ്ങളിലൂടെ നിർഗളിച്ചത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന ശബ്ദമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ണിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നിട്ടില്ല. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടാണ് ഈ മണൽത്തരിയെ സാക്ഷി നിർത്തിയിട്ട് പടയോട്ടം നടത്തിയത്, വിപ്ലവം സൃഷ്ടിച്ചത്, വീണത്. ആ സിദ്ദീഖ് മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറ് കൊണ്ടടിച്ചു എന്ന് മാത്രമല്ല, പ്രയാസങ്ങൾ അനുഭവിച്ച് അഹദ് 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 എന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ചുണ്ട് വറ്റ് വരണ്ട് എന്ന് മാത്രമല്ല, നാവിന്റെ അകത്ത് തുപ്പനീരിന്റെ ഒരു അംശം പോലും ഇല്ലാതെ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ദാഹം കൊണ്ട് അസഹനീയമായി പ്രയാസപ്പെട്ടുകൊണ്ട് ഉമ്മയ്യത്ത് എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ മുമ്പില് ആ ഉമ്മയ്യത്തിന്റെ അടിമയായി കൊണ്ട് ജീവിച്ചിരുന്ന ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു എത്രയാ ഉമ്മയ്യത്തിന് വേണ്ടി വിറക് വെട്ടിക്കൊടുത്തത്, എത്രയാ വെള്ളം കോരിക്കൊടുത്തത്. രാത്രി സമയമാകുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അതേ കാട്ടറബികൾ ഒരുക്കിയ മജ്ലിസിൽ കൊണ്ടുപോയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പാട്ട് പാടിക്കുമത്രേ. പാട്ട് പാടി നാടോടി പാട്ട് നന്നായി അറിയുന്ന നാടൻ പാട്ടറിയുന്നോ ബിലാൽ റളിയല്ലാഹു അൻഹു പാട്ട് പാടി ചോര തുപ്പിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുമെങ്കിൽ ആ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ശരീരം ഉമ്മയ്യത്ത് തൊടാറില്ല. എപ്പോഴെങ്ങാനും തൊട്ടുപോയെങ്കിൽ ഉമ്മയ്യത്തിന്റെ ശരീരത്തിൽ അത്ര പുരട്ടമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നുറങ്ങിയത് അതേ ഒട്ടകത്തിന്റെ കാഷ്ടവും മൂത്രവുമുള്ള ഒട്ടകത്തിന്റെ തൊഴുത്തിലായിരുന്നു ബിലാൽ റളിയല്ലാഹു തആല അൻഹു കിടന്നുറങ്ങിയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ദാഹം കൊണ്ട് ഭയന്ന് പ്രയാസപ്പെട്ടിട്ട് നിഷ്കളങ്കമായ കണ്ണുകൊണ്ട് ഉമ്മയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെള്ളം വേണമെന്ന് ഉമ്മയ്യത്തോട് പറഞ്ഞപ്പോൾ എത്ര ദിവസങ്ങളും മാസങ്ങളുമാണ് വെള്ളം കോരി കൊടുത്തിട്ട് ഒരു മുറുക്ക് വെള്ളം ചോദിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഏത് മുഅ്മിനിന്റെ കണ്ണോ നിറയാതെ പോകുന്നത് മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു വെള്ളം ചോദിച്ചതിന് പകരം അതേ തൊണ്ട വറ്റ് വരണ്ടിട്ട് അല്ലാഹു അഹദ് എന്ന് പറയാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോ ഉമ്മയ്യത്ത് എന്ത് ചെയ്തതെന്നറിയുമോ? റഫഅ സൗബഹു, ഉമ്മയ്യത്തിന്റെ വസ്ത്രം പൊക്കുകയാ. ഉമ്മയ്യത്ത്
വസ്ത്രം പൊക്കുകയാണ്. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ മയ്യത്തിന്റെ വസ്ത്രം അങ്ങോട്ട് പൊക്കുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ ബിലാൽ റളിയല്ലാഹുവിന്റെ വായേൽ മൂത്രമൊഴിച്ചു കൊടുക്കുകയാ. എന്നിട്ടും ബിലാൽ റളിയല്ലാഹു പ്രസ്ഥാനത്തുനിന്ന് പിറകോട്ട് പോയിട്ടില്ല. ബിലാൽ റളിയല്ലാഹു പ്രസ്ഥാനത്ത് നിന്ന് പിറകോട്ട് പോയിട്ടില്ല. ആ ബിലാൽ റളിയല്ലാഹുവിന്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല. പക്ഷേ ബിലാൽ റളിയല്ലാഹു കരഞ്ഞൊരു സന്ദർഭമുണ്ട് മുഅ്മിനെ. എപ്പോഴെന്നറിയുമോ? മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന് പനിയാണെന്ന് പറഞ്ഞപ്പോ സഹിക്കാൻ കഴിയാതെ നെഞ്ചു പൊട്ടിയിട്ട് ബിലാൽ റളിയല്ലാഹു തആല രണ്ട് കൈയും തലയിൽ വെച്ചുകൊണ്ട് യാ ലൈതനീ ലം തലിദ്നി ഉമ്മി, യാ ലൈതനീ ലം തലിദ്നി ഉമ്മി, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് പനിയോ, എനിക്കത് കേൾക്കാൻ കഴിയില്ല, എനിക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈയും തലയിൽ വെച്ചുകൊണ്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഓടുകയാ. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് സുബ്ഹിന്റെ നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ നേതൃത്വം നൽകാൻ പറഞ്ഞപ്പോ പരിശുദ്ധമായ മദീനയുടെ മിഹ്റാബിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മിഹ്റാബ് കണ്ടപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയാൻ കഴിയാതെ മഹാനായ അതേ സിദ്ദീഖ് റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ സിദ്ദീഖ് റളിയല്ലാഹു കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്താകാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട സിദ്ദീഖായത് കൊണ്ടാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തൊട്ടപ്പുറത്ത് കിടക്കാൻ ആഗ്രഹിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു സയ്യിദത്തുൽ ഉമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മത്തിന്റെ സയ്യിദത്തായ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തന്റെ പ്രിയപ്പെട്ട പാപ്പാന്റെ ചാരത്ത് കിടക്കാൻ ആഗ്രഹിച്ചപ്പോഴാണ് ആരുടെ മുമ്പിലും തലകുനിക്കാത്ത മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു, ആരുടെ മുമ്പിലും സത്യം തുറന്നു പറയുന്ന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു, ഒരാളോടും യാചിക്കാത്ത ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു യാചിച്ചത് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയാ. അതേ, തന്റെ കാലശേഷം ഒരു സ്മാരകമുണ്ടാക്കാനല്ല, വലിയൊരു കൊട്ടാരം പണിയാനല്ല, കോംപ്ലക്സുകൾ ഉണ്ടാക്കാനല്ല, ഈന്തപ്പന തോട്ടമുണ്ടാക്കാനല്ല. ആയിഷ ബീബിയോട് പറഞ്ഞത് ഒരു തുണ്ട് ഭൂമി എനിക്ക് അല്ലാഹുവിന്റെ റസൂല് കിടന്നിടത്ത് കിടക്കണം ആയിഷ, അതെന്റെ വല്ലാത്ത പൂതിയാ. അതുകൊണ്ടാണ് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത്, അല്ലാഹുവേ അല്ലാഹുമ്മ ജഅൽ മൗതി ബിബലദി റസൂലിക, അല്ലാഹുവിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ചിട്ട് എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കാനുള്ള ഭാഗ്യം സിദ്ദീഖ് റളിയല്ലാഹു കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഉമർ റളിയല്ലാഹു കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിനെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വാലിഹിന്റെ അടുത്ത് പോയിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പാതയിൽ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അതേ പിൻവലിഞ്ഞിട്ടില്ല, ഉമർ റളിയല്ലാഹു പിൻവലിഞ്ഞിട്ടില്ല എന്നതിന്റെ യഥാർത്ഥമായ അടയാളമാണെങ്കിൽ അതുപോലെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചാരത്ത് കിടക്കുന്നതാരാ? നമുക്ക് സമസ്ത എന്താണെന്ന് പഠിപ്പിച്ചു തന്ന, നമുക്ക് ആദർശം എന്താണെന്ന് പഠിപ്പിച്ചു തന്ന, നമുക്ക് ആശയം എന്താണെന്ന് പഠിപ്പിച്ചു തന്ന മഹാരായ ശംസുൽ ഉലമ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ചാരത്താ കിടക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, വരക്കൽ തങ്ങൾ പഠിപ്പിച്ച സമസ്തയിൽ നിന്ന്, വരക്കൽ തങ്ങൾ പഠിപ്പിച്ച ആശയത്തിൽ നിന്ന്, വരക്കൽ തങ്ങൾ പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് മഹാനായ ശംസുൽ ഉലമ വ്യതിചലിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഒന്നവിടത്തെ മരണത്തിന്റെ രംഗമാണ്. പച്ചയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് മാത്രമല്ല, ആരുടെ ചാരത്താ പോയിട്ട് കിടന്നത്? സമസ്തയുടെ സ്ഥാപന
സ്ഥാപകനായ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചാരത്താ പോയിട്ട് കിടന്നതെങ്കിൽ സ്വാലിഹീങ്ങള് ഇഷ്ടപ്പെടും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്റെ പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്പോഴും സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നവരാ. നമ്മുടെ ഏറ്റവും വലിയ റാഹത്തും സന്തോഷവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്. ആരായിരുന്നു മഹാനായ ശംസുൽ ഉലമ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഒരൊറ്റൊരു മൗലീദിന്റെ സദസ്സിൽ പോലും വുളൂ ഇല്ലാതെ മഹാനായ ശംസുൽ ഉലമ ഇരുന്നിട്ടില്ല. നമ്മൾ വെറുതെ ശംസുൽ ഉലമന്റെ ആള് നമ്മളിങ്ങനെ വെറുതെ പറയല്ല. എന്റെ പ്രിയപ്പെട്ടവർ, ആരാ ശംസുൽ ഉലമ? നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴും ശംസുൽ ഉലമ വലിയാണ്. ചില ആളുകൾക്ക് വഫാത്തായതിനു ശേഷമാണ് ശംസുൽ ഉലമ വലിയും ആയതെങ്കിൽ, നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴും വഫാത്തായപ്പോഴും ശംസുൽ ഉലമ വലിയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഉമ്മമാരോടടക്കം എനിക്ക് പറയാറുള്ളത്, ഒരു ദിവസം ഒരു ഫാത്തിഹ എങ്കിലും മഹാനായ ശംസുൽ ഉലമയുടെ പേരിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളെ സ്വലാഹിയത്തിന്റെ വഴിയിൽ ചോർക്കും അല്ലാഹു. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹാനായ ശംസുൽ ഉലമ അലിയുൽ ഹിംസി റളിയല്ലാഹു അൻഹുവിന്റെ മൗലീദ് കഴിക്കുന്ന സദസ്സിൽ 10,000 ആളുകൾ തടിച്ചുകൂടിയ സദസ്സ് എഴുന്നേൽക്കുകയാ. ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ട, എഴുന്നേറ്റ് വീണ്ടും അവിടെ തിരിച്ചിരിക്കാൻ പ്രയാസമുണ്ട്. മൗലൂദിന്റെ സദസ്സില് പ്രിയപ്പെട്ടവരെ വുളൂ ഇല്ലാതിരിക്കൽ കറാഹത്തൊന്നുമല്ലല്ലോ. എന്നിട്ടും അദബാണ് ഏറ്റവും വലുത്, മര്യാദയാണ് ഏറ്റവും വലുതെന്ന് കരുതി വളരെ പ്രയാസപ്പെട്ടു പോയി വുളൂ ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വന്ന മഹാനായ ശംസുൽ ഉലമ. ഇതിനപ്പുറം എന്താ വേണ്ടത്? ആലോചിച്ച് നോക്കണം. ആ മഹാനായ ശംസുൽ ഉലമ ബുഖാരി സബക്കെടുക്കുന്ന സമയത്ത് അവിടത്തെ തല ഒരൽപ്പം താഴ്ത്തിയിട്ട് അതപോടുകൂടിയായിരുന്നു ഇരുന്നത്. ആ ശംസുൽ ഉലമയുടെ മക്കളാണ് നമ്മളെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയും. കാരണം ചില നേതാക്കന്മാരുടെ ചരിത്രങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ മഹാനായ ശംസുൽ ഉലമയുടെ ചരിത്രത്തിൽ ഒരു വിമർശനവും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിയില്ല. കണ്ടില്ലേ നിങ്ങൾ, മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസിന്റെ അതെ ഒരു ചരിത്ര പുരുഷനും മഹാനായ ഗൗസുൽ ആലമിനെ വിമർശിച്ചിട്ടില്ല. ഒരു അറബ് ഗ്രന്ഥം എഴുതിയ ഒരാളും മഹാനായ ഗൗസുൽ ആലമിനെ വിമർശിച്ചിട്ടില്ല. ഒരു ചരിത്രകാരനും വിമർശിച്ചിട്ടില്ല. എങ്കിൽ അതുപോലെ മഹാനായ ശംസുൽ ഉലമയുടെ വ്യക്തിജീവിതം പരിശുദ്ധമായിരുന്നു. അവിടെ സൂഫിസത്തിന്റെ അഗ്രേസ്യരായിരുന്നു. ആ മഹാനായ ശംസുൽ ഉലമ എത്രയെത്ര കറാമത്തുകളാണ് മഹാനായ ശംസുൽ ഉലമയിൽ നിന്നുണ്ടായിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1977 ജിദ്ദ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയുടെ സെക്രട്ടറി കേരളം സന്ദർശിച്ചപ്പോൾ മേൽ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. 1977 ജിദ്ദ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയുടെ സെക്രട്ടറി കേരളം സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോ പറഞ്ഞത്, എനിക്ക് കേരളത്തിൽ ഒരു ഷെയ്ഖുണ്ട്. ആരാണെന്നറിയുമോ? അത് മഹാനായ ശംസുൽ ഉലമയെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. പരസ്യമായി ആഗ്രഹവും അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോ മംഗലാപുരത്താണ് വിമാനം ഇറങ്ങിയത്. എപ്പോഴും 1977 കഥയായി പറയുന്നത്, 1921 കഥയല്ല. വിമാനം ഇറങ്ങിയ ഉടനെ പറഞ്ഞത്, ആദ്യം അന്വേഷിച്ചത് ഐന ശൈഖ് അബൂബക്കർ, എവിടെയായിരുന്നു ഷെയ്ഖ് അബൂബക്കർ എന്ന് പറഞ്ഞാൽ ശംസുൽ ഉലമയാണ്. മഹാനവർകൾ എവിടെയാണ്, എനിക്കൊന്ന് കാണണമെന്ന് പറയുകയാണ്. ആതിഥേയർ അനിഷ്ടം പ്രകടിപ്പിച്ചു. കാരണം കൂട്ടാൻ പോയവരൊക്കെ വിധയികൾ എങ്ങനെയാ ശംസുൽ ഉലമന്റെ അടുത്ത് ഈ മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരിക? അങ്ങനെ അനിഷ്ടം പ്രകടിപ്പിച്ചെന്ന് മാത്രമല്ല, റോഡൊന്നും ശരിയില്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, അതിൽ പോകാൻ പറ്റൂല, റോഡൊന്നും ശരിയില്ല, എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കുക.
മുടക്കുന്ന പരിപാടി ഉണ്ടാകരുത്, മന്നാഉൽ ഖൈറാകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ 100ാം വാർഷികം നടക്കുമ്പോ ഓരോ സ്ഥലത്തും തഹിയയുടെ പിരിവുകൾ നടത്തുമ്പോ ആ പിരിവുകൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മന്നാഉൽ ഖൈറാണ്. മന്നാഉൽ ഖൈറിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവർ വ്യഭിചാര സന്തതികൾ എന്ന് പോലും ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ തടഞ്ഞു വെക്കരുത്. ഖൈറിനെ തടയാൻ പാടില്ല. ആതുരാലയങ്ങളും ഹോസ്പിറ്റലുകളും പ്രയാസപ്പെടുന്നവന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീര് തുടക്കാൻ വേണ്ടിയിട്ടാണ് തഹിയ എന്ന സംവിധാനം ഉണ്ടാക്കിയതെങ്കിൽ ആ സംവിധാനം പോലും സമസ്ത കൊടുക്കണമെന്ന് പറയുമ്പോ തടഞ്ഞു വെച്ചവന് എന്ത് അധികാര സമസ്ത എന്ന് പറയാനുള്ളത്? ചില ആള് പറയും ഞാൻ സമസ്തക്കാരനാ. സമസ്തക്കാരനാകണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് എന്താണെന്നറിയുമോ? 40ഓളം വരുന്ന സമസ്തയുടെ മുഷാവറ മെമ്പർമാർ ഒരു കാര്യം തീരുമാനിച്ച് പ്രഖ്യാപിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവർ, എന്ത് കോളിളക്കമുണ്ടായാലും, ഏത് കൊടുങ്കാറ്റുണ്ടായാലും, ഏത് ഭൂകമ്പമുണ്ടായാലും സമസ്ത പറഞ്ഞെടുത്ത് നിൽക്കുന്നവനാണ് ഖാലിസായ സമസ്തക്കാരൻ. അവനെയാണ് ഷജറ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു ഷജറ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഷജറത്തുൻ ത്വയ്യിബ എന്നും കൂടെ പറയണം. കാരണം സമസ്തയുടെ തീരുമാനങ്ങളെ കാറ്റിൽ പറത്താൻ ആർക്ക് അധികാരം തന്നിട്ടുള്ളത്? നിങ്ങൾക്കറിയുമോ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ആരാണെന്നറിയുമോ? സമസ്തയെ തന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനൊരു സമസ്തയുടെ ഖാദിമാണെന്ന് പറയാൻ ആഗ്രഹിച്ച മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് വർഷങ്ങളോളം ഗൾഫ് രാജ്യത്ത് ഔഖാഫിന്റെ കീഴിൽ ജോലി ചെയ്തിട്ട് പണത്തിന്റെ വലിയ വൈഹായുസ് സൃഷ്ടിക്കാതെ തന്റെ പൊളിഞ്ഞ് വീടാറായ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഭാര്യ പലപ്പോഴും പറയുമത്രേ, നമുക്ക് നല്ലൊരു വീട് വെക്കണ്ടേ? മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഗൾഫ് നിർത്തിയിട്ട് ഭാര്യയോട് പറഞ്ഞു, നല്ലൊരു വീട് വെക്കാൻ ഞാൻ നല്ലൊരു ഫ്ലോട്ട്, നല്ലൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഭാര്യ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ സ്ഥലം കാണാൻ പോയപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ ചാരത്തെ മീസാൻ കല്ലിന്റെ അകത്ത് കിടക്കുന്ന മഹല്ലത്തിലെ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ കിടക്കുന്ന ഖബർസ്ഥാൻ ചൂണ്ടിക്കാട്ടി മഹാരായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത്, ഇവിടെയാണ് ഞാൻ വീട് വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഈ ദുന്യാവ് നൈമിഷികമാണ്, ഈ ദുന്യാവ് നശ്വരമാണ്, ഈ ദുന്യാവ് നൊടിയുടെ തകർന്നു പോകാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ മണ്ണാണ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞ സൂഫിസത്തിന്റെ അഗ്രേസകന്യരായ മഹാരായ അത്തിപ്പറ്റ ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചിട്ടില്ലേ, ആലുവ തരീഖത്തിനെ കുറിച്ച് ഉസ്താദിന്റെ അഭിപ്രായം എന്താ? ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവര്, മഹാരായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത്, ആലുവ തരീഖത്തിൽ ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ട് എന്നല്ല, ആലുവ തരീഖത്തിന്റെ ആളുകൾ പിഴച്ചവരെന്ന് പറയുന്നതിന് മുമ്പ് മഹാരായ അത്തിപ്പറ്റ ഉസ്താദ് അതേ വ്യക്തിപരമായ അഭിപ്രായം പറയാതെ പറഞ്ഞത്, സമസ്ത അവരെ തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് ആലുവ തരീഖത്ത് ശരിയല്ല. ആലുവ തരീഖത്തിന്റെ അകം കീറി മുറിക്കാതെ സമസ്ത ഒരാളെ കുറിച്ച് കൊണ്ട് പിഴച്ചവനെന്ന് പറഞ്ഞാൽ അവരെ എത്ര തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം സമസ്ത എന്ത് പറയുന്നു, ആ തീരുമാനത്തിന്റെ പിറകെ നിൽക്കുമ്പോഴോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ യഥാർത്ഥ സമസ്തക്കാരായി മാറുന്നത്. CIC-യുടെ പ്രശ്നം വന്നപ്പോൾ ഒന്നേ പറയാനുണ്ടായിട്ടുള്ളൂ, സമസ്തയുടെ തീരുമാനം എന്താ? ആ തീരുമാനത്തിന്റെ അപ്പുറം നമ്മളില്ല. കാരണം സമസ്ത എന്ന് പറയുന്നത് 40ഓളം വരുന്ന മുഷാവറ മെമ്പർമാരുള്ളതാണല്ലോ എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ. അതുകൊണ്ട് നിങ്ങൾക്കറിയില്ലേ, മഹാരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, പാണക്കാട്ട് മുത്തായ മഹാരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, ഹൈദർ അലി ശിഹാബ് തങ്ങള്, ഉമർ അലി ശിഹാബ് തങ്ങള്, എന്ത് പ്രശ്നം വന്നാൽ അവസാനം പറയുന്ന വാക്കെന്തെന്നറിയുമോ?
സമസ്ത എന്ത് പറഞ്ഞു അതിനപ്പുറം ഞങ്ങളില്ല. മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമസ്തക്കപ്പുറം ഒരു കാല് വെച്ചിട്ടില്ല. കാരണം സമസ്ത അള്ളാന്റെ ഔലിയാക്കളുടെ പാർട്ടിയാണ്. ആ സമസ്ത മുഷാവറയിലാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ടായത്, പാങ്ങിൽ ഉസ്താദ് ഉണ്ടായത്, കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായത്, കോയക്കുട്ടി ഉസ്താദ് ഉണ്ടായത്, മഹാനായ കാളമ്പോടി ഉസ്താദ് ഉണ്ടായത്, കുഞ്ഞാണി മുസ്ലിയാരുണ്ടായത്, കുമരംപുത്തൂർ ഉസ്താദ് ഉണ്ടായത്, ചെറുശ്ശേരി ഉസ്താദ് ഉണ്ടായത്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവര് എത്രയോ സൂഫിയാക്കളായ ഉസ്താദുമാരാണ്. ഔലിയാക്കളുടെ സഭയായിരുന്നു സമസ്തയെങ്കിൽ ഇന്നും ഞാൻ നിങ്ങളോട് പറയട്ടെ, സമസ്ത എന്ത് തീരുമാനം പറഞ്ഞാലും നമ്മൾ ആരെങ്കിലും സമസ്തയെ ചോദ്യം ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ഈ കൊടി പിടിച്ചിട്ട് കാര്യമില്ല, പിന്നെ ഞാൻ സമസ്തക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മുജാഹിദിനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവര് പറയും ഞങ്ങൾ സുന്നിയ. തബ്ലീഗിനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവര് പറയും ഞങ്ങൾ സുന്നിയ. ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവര് പറയും ഞങ്ങൾ സുന്നിയ. പക്ഷേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ സുന്നിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമസ്തയുടെ കൂടെയാകുമ്പോ, അള്ളാന്റെ ഔലിയാക്കളുടെ കൂടെയാകുമ്പോ, അതുകൊണ്ടാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹു തആല രാജാധികാരം കൊടുത്തില്ലേ, സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് കൊടുത്തില്ലേ, സൗന്ദര്യം കൊടുത്തില്ലേ, ഈജിപ്തിന്റെ അധികാരം കൊടുത്തില്ലേ, എല്ലാം കൊടുത്തിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആ എന്തായിരുന്നെന്നറിയുമോ? തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. അല്ലാഹുവേ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണമെന്ന് മാത്രമല്ല, മുസ്ലിമാക്കി മരിപ്പിക്കണമെന്ന് പറഞ്ഞ് ദുആ നിർത്താതെ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തപ്പോൾ ദുആ ചെയ്തത് വഅൽഹഖനി ബിസ്സാലിഹീൻ. അല്ലാഹുവേ എന്നെ സാലിഹീങ്ങളുടെ കൂടെ ചേർക്കണേ. എന്റെ പ്രിയപ്പെട്ട ഗണ്ഡഭാഗിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു നമുക്ക് സമ്പത്ത് തന്നേക്കാ, അല്ലാഹു നമുക്ക് കച്ചവടം തന്നേക്കാ, അല്ലാഹു നമുക്ക് വലിയ വാഹനം തന്നേക്കാ, അല്ലാഹു നമുക്ക് അധികാരം തന്നേക്കാ, അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നേക്കാ. എന്ത് കിട്ടിയാലും പടച്ചവനോട് നിങ്ങൾ ദുആ ചെയ്യാൻ മറക്കല്ലേ. തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. അല്ലാഹുവേ എന്നെ സാലിഹീങ്ങളോട് കൂടെ ചേർക്കണേ. അങ്ങനെ ചേർത്തെങ്കിലേ ഈ ആത്മാർത്ഥതയുള്ള പതാക പിടിക്കാൻ കഴിയോ. അങ്ങനെ ചേർത്തെങ്കിലേ മഹാനായ സയ്യിദുൽ ഉലമയുടെ പിറകിൽ നിൽക്കാൻ കഴിയോ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമാകുന്ന ഒരു പണ്ഡിതരാണ് മഹാനായ സയ്യിദുൽ ഉലമയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കനൽ പദങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന മഹാനാ സയ്യിദുൽ ഉലമയെങ്കിൽ ആ സയ്യിദുൽ ഉലമയെ അതേ സമസ്തയുടെ പ്രസിഡന്റ് ആക്കിയത് ആരാ? ആരാ സയ്യിദുൽ ഉലമയെ സമസ്തയുടെ പ്രസിഡന്റ് ആക്കിയതെന്നറിയുമോ? മഹാനായ പാണക്കാട്ട് ആറ്റപ്പു എന്ന് വിശേഷിപ്പിച്ച ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. സമസ്തയുടെ 90-ാം വാർഷികത്തില് 100-ാം വാർഷികം പ്രഖ്യാപിച്ച മഹാനായ ഹൈദർ അലി തങ്ങളാണ് സമസ്തയുടെ പ്രസിഡന്റായിട്ട് നോമിനി ചെയ്യുന്നതെങ്കിൽ മഹാനായ ജിബ്രി തങ്ങള് ഈ പ്രസ്ഥാനത്തിന്റെ കപ്പിത്താനാകാൻ വിളിച്ചപ്പോ ചില ആളുകൾ അന്ന് ഫിത്തനയാക്കിയിരുന്നപ്പോ, ചില ആളുകൾ തടസ്സം സൃഷ്ടിച്ചപ്പോ അവരുടെ മുഖത്ത് നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ച മഹാനായ ഹൈദർ അലി തങ്ങള്. കാരണം തങ്ങൾക്കറിയാ ഒരു പ്രയാസം കടന്നു വരാനുണ്ട്, പ്രതിസന്ധികൾ കടന്നു വരാനുണ്ടാകുമ്പോൾ വിധൈകളുടെ കൂടെ നിൽക്കാത്ത, ആദർശത്തിന് കുതുകുത്തുകൾ വീഴാത്ത, ആദർശത്തെ ആമാശയത്തിലേക്ക് വലിച്ചെറിയാത്ത ഒരു സയ്യിദിന്റെ കരങ്ങളിലാണ്, സയ്യിദിന്റെ 2 കരങ്ങളിലാണ്, സയ്യിദുൽ ഉലമയുടെ കരങ്ങളിലാണ് ഈ സമസ്തയെ ഏൽപ്പിച്ചതെങ്കിൽ ഈ സമസ്ത തളരില്ല മക്കളെ, ഈ സമസ്തയെ തകർക്കാൻ കഴിയില്ല മക്കളെ. കാരണം മഹാരാ
മഹാനായ സയ്യിദുൽ ഉലമ ആരാണെന്നറിയുമോ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവിടുത്തെ തലയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിച്ചില്ലേ, ബാറക്കല്ലാഹു ഫീ ഇൽമിക, അല്ലാഹു തആല അങ്ങയുടെ ഇൽമിൽ ബറക്കത്ത് തരട്ടെ. മുതഅല്ലിമായ സമയത്താണ് തലയിൽ കൈവച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ ശംസുൽ ഉലമ സയ്യിദുൽ ഉലമയുടെ ഉസ്താദാണെങ്കിൽ എന്തെങ്കിലും മസല തർക്കങ്ങളോ എന്തെങ്കിലും കിതാബ് തിരിയാത്തത് മുതഅല്ലിങ്ങൾക്ക് വന്നാൽ തങ്ങളൊട്ടിയോട് ചോദിച്ചോത് പറഞ്ഞോ. മഹാനായ ശംസുൽ ഉലമയുടെ ആശീർവാദം കിട്ടിയ തങ്ങള്, ആ തങ്ങള് പറയുന്ന സ്ഥാനത്ത് നിന്നാൽ, ആ തങ്ങളെ അനുസരിച്ചാൽ, ആ തങ്ങളെ ബഹുമാനിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പ്രയാസമുണ്ടാകില്ല. ജിബ്രീൽ തങ്ങളെ വിമർശിക്കും തോറും അല്ലാഹു തആല അവിടുത്തെ പദവി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബഹ്റൈനെങ്കിൽ നാളെ അബൂദാബിയില, പിറ്റേന്ന് ഖത്തറിലാണ്, നാളെ പ്രിയപ്പെട്ടവരെ സമസ്തയുടെ പരിപാടിയിലാണ്. മഹാനായ സയ്യിദുൽ ഉലമ മിനിയാന്ന് നീലേശ്വരം മർക്കസ് ദഅവത്തുൽ ഇസ്ലാമിയിൽ മക്കൾക്ക് കിതാബ് ഓതി കൊടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിക്കര സംയുക്ത ജമാഅത്തിന്റെ ഖാദിയ അവിടെ നടക്കുന്ന ചില പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിട്ട് നേരെ മലേഷ്യയിലേക്ക് പോയ മഹാനായ ശൈഖുനാ സയ്യിദുൽ ഉലമ, ആരുടെ മുമ്പിലും പതറാത്ത സയ്യിദുൽ ഉലമ, ഏത് രാഷ്ട്രീയക്കാരന്റെ മുമ്പിലും പറക്കാത്ത സയ്യിദുൽ ഉലമ, ആർത്തിരമ്പി വരുന്ന കടലിന്റെ തിരമാലകളെ പോലെ എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ വരുന്ന തിരമാലകൾക്ക് മുമ്പിൽ ഒരു ശക്തിയായി, ഒരു ആർച്ചവമായി തടഞ്ഞു നിർത്താനുള്ള സുന്നത്ത് ജമാഅത്തിന്റെ കൽപ്പുള്ള മഹാനായ സയ്യിദുൽ ഉലമ, നാവിന് അതറുള്ള സയ്യിദുൽ ഉലമ, വിരട്ടി പേടിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ കാലഘട്ടത്തിന്റെ കുത്തുപാട് സയ്യിദുൽ ഉലമ, ഈ കാലഘട്ടത്തിലെ ഗൗസുൽ, ഈ കാലഘട്ടത്തിലെ മുഹിയുദ്ദീൻ ശൈഖാണ് ശംസുൽ ഉലമ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവര്, ഈ കാലഘട്ടത്തിലെ മുഹിയുദ്ദീൻ ശൈഖാണ് ശംസുൽ ഉലമ എന്ന് പറയാൻ കാരണം അഫ്ദൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹു, എന്റെ കാലമാണ് ഏറ്റവും നല്ല കാലം, പിന്നെ അതിനോടടുത്ത കാലം, പിന്നെ അതിനോടടുത്ത കാലം. 3 നൂറ്റാണ്ട് കഴിഞ്ഞു പോയപ്പോ ഇസ്ലാമിന്റെ പ്രഭ നഷ്ടപ്പെടാൻ പോവുകയാണ്. മുതലാളിമാർ പണത്തിന്റെ പിറകിലും കച്ചവടത്തിന്റെ പിറകിലും രാഷ്ട്രീയത്തിന്റെ പിറകിലും പോയി ഇസ്ലാമിന്റെ സുന്ദരമായ പ്രഭയെ ഊതിക്കടത്താൻ ഒരുങ്ങുമ്പോഴാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു ഒരു സമുദായത്തെ സംസ്കരിച്ചെടുത്തതെങ്കിൽ, ആ സമുദായത്തിന്റെ അകത്ത് ആത്മീയതയുടെ വെളിച്ചം വീശിയതെങ്കിൽ, ഈ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ സ്ട്രോങ്ങുകൾ കുറഞ്ഞു പോകുമ്പോൾ, വിദയാലയങ്ങളിൽ ചേക്കേറുമ്പോ, പരിശുദ്ധമായ സമസ്തയുടെ ആശയങ്ങളെ വലിച്ചെറിയുമ്പോ മഹാനായ സയ്യിദുൽ ഉലമ ചെയ്യുന്നതെന്തെന്നറിയുമോ? മക്കളെ, നിങ്ങളുടെ പ്രഭകൾ നഷ്ടപ്പെടുത്തല്ലേ, നിങ്ങളുടെ ആത്മീയതയെ നഷ്ടപ്പെടുത്തല്ലേ. ഇതാണ് മഹാനായ ശംസുൽ ഉലമ കാട്ടിത്തന്ന വഴി, ഇതാണ് യഥാർത്ഥമായ വഴി എന്ന് പറഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ സിംഹഗർജനമായ യമനി പാരമ്പര്യമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജഫ്രി കുടുംബത്തിലെ പോരാളിയായ മമ്പുറം തങ്ങളുടെ അനുയായിയായ മഹാനായ സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങള് ഈ കാലഘട്ടത്തിലെ മുഹിയുദ്ദീൻ ശൈഖാണെന്ന് പറയാൻ ഒരു ഭയമില്ലാതെ ഞാൻ പറയാൻ കാരണോ, ദീനിനെ ജീവിപ്പിച്ചവനെന്നാണല്ലോ മുഹിയുദ്ദീൻ ശൈഖിന്റെ അർത്ഥം. മഹാനായ ഗൗസുൽ ആലമിന്റെ പേര് അബ്ദുൽ ഖാദിർ എന്നാണല്ലോ. ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് തിന്മയിൽ നിന്ന് വലിഞ്ഞു പോകുമ്പോ, തിന്മയുടെ വക്താക്കളാകുമ്പോ അവിടെ കൈപിടിച്ചതുപോലെ 21-ാം നൂറ്റാണ്ടില് വരക്കൽ മുല്ലക്കോയ തങ്ങൾ കാണിച്ചു തന്ന സമസ്തയെ, മഹാനായ ശംസുൽ ഉലമ കാണിച്ചു തന്ന സമസ്തയെ, പാങ്ങിൽ ഉസ്താദ് കാണിച്ചു തന്ന സമസ്തയെ, കാളമ്പാടി ഉസ്താദ് കാണിച്ചു തന്ന സമസ്തയെ, കോയക്കുട്ടി ഉസ്താദ് കാണിച്ചു തന്ന സമസ്തയെ, ചെറുശ്ശേരി ഉസ്താദ് കാണിച്ചു തന്ന സമസ്തയെ,
ബിദ്അത്തിന്റെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടാനൊരുങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പറ്റില്ല എന്ന് ഉറക്കെ സിംഹഗർജനം നടത്തിയതാണോ മഹാനായ സയ്യിദുൽ ഉലമ ചെയ്ത തെറ്റ്? അല്ലാഹുവേ, ആ സയ്യിദുൽ ഉലമക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ആ സയ്യിദുൽ ഉലമയുടെ പിറകില് കാരിരുമ്പിന്റെ കരുത്തോടുകൂടെ പൊട്ടിത്തെറിക്കാത്ത പാറകളെ പോലെ ഉറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് മഹാനായ സയ്യിദുൽ ഉലമ എന്നറിയുന്നത്? മഹാനായ ശംസുൽ ഉലമയുടെ ശരിയായ പൊരുത്തം കിട്ടിയ മഹാനാണ് ശംസുൽ ഉലമ. ഒരു സംഭവം കൂടെ നിങ്ങളോട് പറയാം. ഈ സംഭവം നിങ്ങൾ അറിയണം. ഞാൻ കാഞ്ഞങ്ങാട് വെച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് സമസ്ത മണ്ഡലത്തിന്റെ കാഞ്ഞങ്ങാട് 100ാം വാർഷികത്തിന്റെ സ്വാഗത സംഘം രൂപീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ, ഉദ്ഘാടന പ്രഭാഷണം നടത്തിയപ്പോൾ, ആ പ്രഭാഷണത്തിൽ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ചും അവിടത്തെ കറാമത്തും പറഞ്ഞപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് ചില ആളുകൾ ക്ലിപ്പുകൾ ഇറക്കിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ വിരോധാഭാസം? എന്തേ സയ്യിദുൽ ഉലമയെ കേൾക്കാൻ ആഗ്രഹിക്കാതെ പോകുന്നത്? എന്തേ സയ്യിദുൽ ഉലമയെ മനസ്സിലാക്കാതെ പോകുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് എവിടെയും നിങ്ങൾ എത്തിക്കേണ്ട ഒന്നാണ്. നാവിന് അസറുള്ള മഹാനാണ് ആര്? സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അതിനൊരു അനുഭവം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വെറുതെ പറയല്ല. എൻ്റെ കൂടെ എൻ്റെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് വന്നത് ഷംസുദ്ദീൻ എന്ന പേരുള്ള എൻ്റെ ബന്ധുവാണ്. എത്രയോ വർഷമായി എൻ്റെ കൂടെ ഡ്രൈവറായി ഞാൻ എപ്പോഴും കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈവറാണ് ഷംസുദ്ദീൻ. ആ ശംസു നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ പച്ചയായി സദസ്സിൽ പറയുന്നു, ആ ശംസുദ്ദീന്റെ മകന്റെ പേരാണ് മിദിലാജ്. ഒരേ ഒരു മകനേ ഉള്ളൂ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആ മിദിലാജ് എന്ന പൊന്നുമോൻ ചെറിയ പ്രായത്തിൽ കന്തൂറയും അതുപോലെ തന്നെ ചെറിയ തൊപ്പിയിട്ട് എന്റെ വീട്ടിന്റെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നപ്പോ ഷംസുദ്ദീൻ മിദിലാജ് എന്ന് പറയുന്ന ചെറിയ പൊന്നുമോനെയും കൂട്ടിയിട്ട് ആ പള്ളിയിലേക്ക് വരുമ്പോ മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. മിദിലാജിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എന്നോട് ഷംസുദ്ദീൻ പരാതി പറയുന്നത്, ഓതി കൊടുത്താൽ അറിയുന്നില്ല, തലക്കൊന്നും കയറുന്നില്ല, ആകെ ഒരു മകനേ ഉള്ളൂ, വല്ലാത്ത പ്രയാസം പറഞ്ഞു. എങ്കിൽ നിങ്ങൾക്കറിയുമോ, ഈ ചെറിയ നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയായി കുഞ്ഞുമോൻ മിദിലാജ് എന്ന് പറയുന്ന കുഞ്ഞുമോനെ മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടപ്പോ ഒരു കാര്യം ചോദിച്ചു. ഹാഫിളാണോ? നിങ്ങൾ കേൾക്കണേ, ഹാഫിളാണോ എന്ന് ചോദിച്ചു. ഹിഫ്ളിന് പഠിക്കുകയാണോ? ശംസുദ്ദീൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ആയത്ത് പോലും മനപ്പാഠമാക്കാനുള്ള പ്രാപ്തിയില്ലാത്ത മിദിലാജിന്റെ മുഖത്ത് നോക്കിയിട്ട് നാവിന്റെ അസറുള്ള മഹാനായ ശംസുൽ ഉലമ ഹാഫിളാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ മിദിലാജ് ആരാണെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയിട്ട് ഇന്ന് ഹാഫിളാണ്. ചെറിയ കുട്ടിയെ ആലോചിച്ചു നോക്കണം. ഇത് വെറുതെ പറയല്ല. എന്റെ പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കാറിൽ ഡ്രൈവർ ഉണ്ടാകും. നിങ്ങൾ ചോദിച്ചോ. കാഞ്ഞങ്ങാട് കോയപ്പള്ളി, അതിഞ്ഞാൽ കോയപ്പള്ളിയിലുള്ള തഹ്ഫീദുൽ ഖുർആൻ കോളേജിൽ നിന്ന് ഹാഫിളായ സനദ് വാങ്ങിയ മകനാണ് മിദിലാജ്. ഒരൊറ്റ വാക്ക് കേരളക്കരയിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സിംഹഗർജനം നടത്തുന്ന മഹാനായ ശൈഖുന സയ്യിദുൽ ഉലമ ശംസുൽ ഉലമയുടെ നാക്കിൽ നിന്ന് വീണ ഒരേ ഒരു വാക്കാണ് ഹാഫിളാണോ? അല്ലാഹു ഹാഫിളാക്കി മാറ്റി. ഒരു തടസ്സമില്ല. നല്ല ആരോഗ്യം കൊടുത്തു, നല്ല ഖിറാഅത്ത്. ഒരു ആയത്ത് പോലും മനപ്പാഠമാക്കാൻ പ്രയാസപ്പെട്ട പൊന്നുമോന്റെ മുഖം നോക്കിയിട്ട് ഹാഫിളാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹാഫിളാകും എന്നാണ് അതിന്റെ അർത്ഥം. ആ മഹാനായ സയ്യിദുൽ ഉലമയെ നമ്മൾ മനസ്സിലാക്കണം. ഈ
ഇത് പറഞ്ഞതിനെ കട്ട് ചെയ്തിട്ടാണ് ക്ലിപ്പ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്കറിയാം ഇതിന്റെ പരിപൂർണമായ രൂപം പറയാൻ നൂറുകണക്കിന് വരുന്ന സമസ്തയുടെ പ്രവർത്തകന്മാരായ കർണാടകയിലെ മണ്ണിൽ വെച്ചുകൊണ്ട് ആധികാരികമായി പറയാൻ കഴിയുമെന്ന് എനിക്കറിയാം. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ ശംസുൽ ഉലമയെ കുറിച്ച് പറയുമ്പോൾ ആ ശംസുൽ ഉലമയുടെ മദ്ഹ് അത് കട്ട് ചെയ്യാതെ അത് പ്രചരിപ്പിക്കുമെന്ന് എനിക്കറിയാം. ആ മഹാനായ ശംസുൽ ഉലമയുടെ അനുയായികളാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനായ സയ്യിദ് ജിഫ്രി തങ്ങളുടെ പിറകെ കാരിരിമ്പിന്റെ കരുത്തോടുകൂടെ നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കെ പറയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം സയ്യിദുൽ ഉലമന്റെ പൊരുത്തം ശംസുൽ ഉലമയാണ്. സയ്യിദുൽ ഉലമന്റെ പൊരുത്തം ശംസുൽ ഉലമയാണെങ്കിൽ നമ്മുടെ പൊരുത്തം ആരായിരിക്കണം? സയ്യിദുൽ ഉലമയായിരിക്കണം. നമുക്ക് വലുത് സമസ്തയാണ്. ആ സമസ്തയുടെ സുന്ദരമായ ആശയങ്ങൾ അടർത്തിയെടുത്ത് പാവപ്പെട്ട മുസൽമാന്റെ ഹൃദയത്തിൽ വിഷം ചീറ്റാൻ ഏത് തമ്പ്രാക്കന്മാർ വന്നാലും വിട്ടുതരില്ല എന്ന് പറയാൻ മഹാനായ ഹൈദറോസ് ഉസ്താദിന്റെ ആദർശവും മഹാനായ നാട്ടിക ഉസ്താദിന്റെ നട്ടെല്ലും നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല മഹാനായ ശംസുൽ ഉലമയുടെ അനുസ്മരണം പറയുന്ന ഈ സദസ്സില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് മഹാനായ ശംസുൽ ഉലമ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വലിയാണ്. ലളിതമായ ജീവിതം ഇഷ്ടപ്പെട്ട മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ, ലളിതമായ ജീവിതം ഇഷ്ടപ്പെട്ട മഹാനായ ശംസുൽ ഉലമ. ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട് സഹോദരിമാരെ. മഹാനായ ശംസുൽ ഉലമയെ ഓർത്തുകൊണ്ട് നാളെ എനിക്ക് ഈ പതാകയോട് സഹകരിച്ചതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മുഖം കാണാൻ എനിക്ക് കഴിയണമെന്ന നല്ല നിയ്യത്തോടുകൂടെ നിങ്ങളൊക്കെ സദഖ ചെയ്യുക. അല്ലാഹു നമ്മുടെ സദഖ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ലളിതമായ ജീവിതമായിരുന്നു മഹാനായ ശംസുൽ ഉലമ ഇഷ്ടപ്പെട്ടത്. സുബഹിക്ക് അല്പം മുമ്പ് എഴുന്നേൽക്കുന്ന മഹാനായ ശംസുൽ ഉലമ ഇതിന് യാതൊരു മാറ്റമുണ്ടായിട്ടില്ല. ഒരിക്കലും വൈകി കിടന്നാലും ഉണരൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെയാണ്. എത്ര വൈകിട്ടുറങ്ങിയാലും കൃത്യസമയത്ത് എഴുന്നേൽക്കും ശംസുലും. നമ്മളോ കുറച്ച് വൈകിയാൽ വൈകിയതിനനുസരിച്ച് എഴുന്നേൽക്കും അല്ലേ? 3 മണിയായാൽ പിന്നെ സുബഹി കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? ആലോചിച്ച് നോക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും എഴുന്നേൽക്കുന്നത് വളരെ കൃത്യമായ സമയത്താണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഉദ്കുറു മഹാസിന മൗതാകും, നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ നന്മ എടുത്തു പറയണമെന്ന് പരിശുദ്ധമായ ഹദീസ് വചനം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കർണാടകയുടെ മണ്ണിൽ സമസ്തയുടെ ശബ്ദം കേൾക്കാതിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ കേൾക്കുന്നതും ഈ ഇരിക്കുന്നതും ഈ ചിന്തിക്കുന്നതും പുണ്യമാണ്. കാരണം ഹക്ക് തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ പലതും നഷ്ടപ്പെട്ടേക്കാം, പക്ഷെ ഒന്നും നഷ്ടപ്പെടില്ല. അത് ആഖിറമാണ്. നിങ്ങൾ എന്തിനാണ് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? പഞ്ചായത്ത് മെമ്പറാകാനല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനല്ല, വാർഡ് മെമ്പർ ആകാനല്ല, മുനിസിപ്പാലിറ്റി ചെയർമാനാകാനല്ല, കോർപ്പറേഷൻ ചെയർമാനാകാൻ വേണ്ടിയല്ല, പദവികൾക്ക് വേണ്ടിയല്ല, മന്ത്രിയാകാനല്ല, MLA ആകാനല്ല, MP ആകാനല്ല. ഇവിടുത്തെ പാവപ്പെട്ട ഉമറാക്കൾ സമസ്തയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് ഒരു സമയത്ത് മരണത്തിന്റെ ദൂത് തന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് മരിക്കാൻ കിടക്കുമ്പോൾ സാലിഹ്യങ്ങളുടെ കൂടെ ചേർന്നതിന്റെ പേരിൽ അല്ലാഹു അനുഗ്രഹിച്ചു തരുന്ന ഈമാനിന്റെ സംരക്ഷണം തരും. മാത്രമല്ല നാളെ ഖബറിൽ കിടക്കുമ്പോ താൻ കിടക്കുന്ന മണ്ണ് സുഗന്ധത്തിന്റെ മണ്ണാകുമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവിടുത്തെ പാവപ്പെട്ട ഉമറാക്കൾ കാശ് കൊടുക്കുന്നത്. നമുക്കറിയാം, ബാംഗ്ലൂരിൽ സമ്മേളനം നടന്ന സമയത്ത് 100ാം വാർഷികത്തിന്റെ പ്രചരണ സന്ദേശ ഉദ്ഘാടന സമ്മേളനം നടന്നപ്പോ എനിക്കറിയാം, കാഞ്ഞങ്ങാട് ഭാഗത്ത് നിന്ന് എത്രയോ പ്രായമുള്ള ഉമറാക്കള് വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ സമ്മേളനത്തിൽ വന്നത്. കാരണം അവർ നെഞ്ചോട് ചേർത്ത് വെച്ചൊരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സമസ്തയാണ്. അതുകൊണ്ട് ആര് എന്ത് പറഞ്ഞാലും നമ്മൾ സമസ്തയുടെ നിന്ന് പിൻവലിഞ്ഞു പോകരുത്. കാരണം മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ട്, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി, ഈ ഉമ്മത്തിൽ ഒരു വിഭാഗം ഉണ്ടാകും, ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ലാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ മേൽ ഉറച്ചു നിൽക്കുന്നവര്. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്, ഖിയാമത്ത്
ഖിയാമത്ത് നാൾ വരെ ഒരു വിങ്, ഒരു ടീം അവരെ എപ്പോഴും സത്യം തുറന്നു പറയും. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മഹാനായ ശംസുൽ ഉലമ എത്ര വൈകിട്ടാണ് കിടന്നാലും ഉണരുന്നത് എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെയാണ്. ഇത് പതിവാണ്. കൾ പറഞ്ഞിരുന്നു, ധാരാളം ദിക്ർ. ശംസുൽ ഉലമന്റെ കയ്യിലുള്ള തസ്ബീഹ് മാല 1000ന്റെ മുത്തുമണിയാണ്, 1000ന്റെ 100 ആ മഹാനായ ശംസുൽ ഉലമ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളം ദിക്ർ പറഞ്ഞിരുന്നു. ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം വളരെ ലളിതായിരുന്നു. പകലൊന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കും, ഉച്ചക്കും രാത്രിയിലും വളരെ ലളിതമായ ഭക്ഷണമായിരുന്നു ശംസുൽ ഉലമ കഴിച്ചിരുന്നത്. തലമുടി മുറിക്കുന്നത് പോലും സ്വയം ചെയ്യുന്നതിലായിരുന്നു സംതൃപ്തി. മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ പൊതുകാര്യങ്ങളിൽ ഇടപെടാറില്ല. മഗ്രിബിന്റെ ഇശാഇന്റെ കാര്യങ്ങളിൽ പൊതുകാര്യങ്ങൾ ഇടപെടാറില്ല. ഒട്ടേറെ തരീഖത്തുകളുടെ പിന്തുടർച്ച കാരണം പറഞ്ഞാൽ തീരാത്ത ഔറാദുകൾ ലോകത്ത് 1000 മണികളുള്ള തസ്ബീഹ് മാല മഹാനായ സയ്യിദ് ഉലമയുടെ കയ്യിലുണ്ടായിരുന്നു. നല്ല ബുദ്ധിവൈഭവമായിരുന്നു. ഇനി ശ്രദ്ധിച്ചോ നിങ്ങൾ, ഒരു മാസക്കാലം കൊണ്ട് ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയിരുന്നു. ആരായ നമ്മുടെ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങൾ വരുന്നവരെ പ്രസംഗിക്കാം എന്ന ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ അവസാനത്തെ വിഷയം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. നല്ല ബുദ്ധിവൈഭവമായിരുന്നു ശൈഖുനാ ശംസുൽ ഉലമക്ക് ഉണ്ടായത്. ഒരു മാസക്കാലം കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കിയിരുന്നു. ഒരു മാസം കൊണ്ട് വിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കിയ മഹാനായ ശംസുൽ ഉലമ 25 വർഷമായി ശൈഖുനാ സുബ്ഹിക്ക് മുമ്പായി സൂറത്തുൽ അൻആമും സൂറത്തുൽ അഅറാഫും ഓതുന്നത് പതിവായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയവും ആദർശവും സംവിധാനങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയവും ആദർശവും നെഞ്ചിലേറ്റി പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്ദരമായ പാതയിലൂടെ മുന്നോട്ട് ഗമിച്ച് പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഏറ്റവും നല്ലൊരു സൂഫിയായി, ഏറ്റവും നല്ലൊരു സൂഫിയായി, ഔലിയാക്കളിൽ പ്രധാനിയായി ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ റബീഉൽ ആഖിർ മാസം, പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസം, പരിശുദ്ധമായ സുബ്ഹ് ബാങ്കിന്റെ ഓരോ വാചകങ്ങളും ആകാശത്തിന്റെ അന്തരീക്ഷത്തിലൂടെ മുഖരിതമാകുമ്പോ ഒരു വിറയമില്ലാതെ, ഒരു തളരലുമില്ലാതെ, ഒരു പകർച്ചയുമില്ലാതെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സുബ്ഹ് നിസ്കരിക്കാനുള്ള എന്റെ പ്രിയപ്പെട്ടവരെ വുളൂഉൻ ചെയ്ത് ഖിബിലാന്റെ ഭാഗത്ത് കിടന്നുകൊണ്ട് പച്ചയായി പരിശുദ്ധമായി ഒരു മഖ്റജ് പോലും തെറ്റാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വിട പറഞ്ഞു പോയ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ നമുക്ക് പാണി കാണിച്ചു തന്ന അതേ ആശയത്തിൽ, അതേ സംവിധാനത്തിൽ, അതേ ആദർശത്തിൽ കാരിമ്മിന്റെ കരുത്തോടുകൂടെ മക്കളെ നിങ്ങൾ നിൽക്കുകയും മഹാനായ സയ്യിദുൽ ഉലമ കാണിച്ചു തരുന്ന, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കാണിച്ചു തരുന്ന പാതയിൽ നിന്ന് ഒരു അണ്ണമണി പോലും വ്യതിചലിക്കാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും 100ാം വാർഷികം നമ്മളിലേക്ക് കടന്നു വന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മണ്ഡലമായ പ്രിയപ്പെട്ടവരെ കുണിയായിൽ വെച്ച് നടക്കുമ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് പറയാനുള്ളത്, ഫെബ്രുവരി മാസത്തില് കല്യാണ ആലോചനകൾ വരുമ്പോൾ നിങ്ങൾ പറയണം, അത് സമസ്തയുടെ സമ്മേളനത്തിന്റെ ഡേറ്റ് ആണോ എങ്കിൽ മാറ്റിവെക്കണമെന്ന് പറയണം. എന്റെ പ്രിയ
പ്രിയപ്പെട്ടവരെ, വീട് കുടികൂടൽ അത് മാറ്റിവെക്കണമെന്ന് പറയണം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ആ സുന്ദരമായ സ്വാലിഹീങ്ങള്, ലക്ഷക്കണക്കിന് വരുന്ന സ്വാലിഹീങ്ങള് ഒരുമിച്ച് കൂടി ദിക്ർ പറയുന്ന, ആമീൻ പറയുന്ന ഔലിയാക്കൾ ഒരുമിച്ച് കൂടുന്ന ആ സുന്ദരമായ ഭൂമിയിൽ അറഫ സമ്മേളനം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ചരിത്രത്തിൽ 100-ാം വാർഷികമെങ്കിൽ ഇനിയൊരു 100-ാം വാർഷികം കടന്നു വരുമ്പോൾ നമ്മൾ ആരും സാക്ഷികളാകില്ല. അതുകൊണ്ട് ആ സുന്ദരമായ ഭൂമിയിൽ കടന്നു വന്ന് ഞാൻ സ്വാലിഹീങ്ങളുടെ കൂടെയാ, സമസ്തയുടെ കൂടെയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിന് വേണ്ടി തൗഫീഖ് നൽകട്ടെ. ഇനി പ്രവർത്തനങ്ങളാണ്. കല്യാണത്തിന് വിളിക്കുന്നത് പോലെ സമ്മേളനത്തിന് വിളിക്കണം. ഇനി നമുക്ക് ഉറങ്ങാൻ സമയമില്ല. അല്ലാഹു 100-ാം വാർഷികം പൂർവോപരി അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. സ്വാലിഹീങ്ങളുടെ കൂടെ ചേരാൻ, സമസ്തയുടെ മൺമറഞ്ഞു പോയ മഹാമനീഷികളുടെ ചരിത്രം പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ ശബ്ദം നിർത്തുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.